മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന പരിക്കിന്റെ പിടിയിൽ. ആനയുടെ കാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. മൂന്നാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരിക്കിന്റെ പിടിയിലായിട്ടുള്ളത്. ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഒരാഴ്ചക്ക് മുമ്പ് ഇതുപോലെ 2 ആനകൾ അതുപോലെ ഏറ്റുമുട്ടിയിരുന്നു. അപ്പോൾ പടയപ്പയും വേറൊരു ആനയുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പടയപ്പയെ നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് നമ്മുടെ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അതിന് പരിക്കുകളൊന്നും ഇല്ല എന്ന് നമ്മളോട് പറഞ്ഞു. അതിനുശേഷം ഈ 2ാമത്തെ ആനയെ അന്വേഷിച്ച് വരികയായിരുന്നു. അതിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് കല്ലാറിലെ ചോല വനത്തിനുള്ളിൽ ആനയെ കണ്ടെത്തുന്നത്. അങ്ങനെ അത് വന്നപ്പോഴാണ് അതിൻ്റെ കാലിൽ പരിക്ക് കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഹയർ ഒഫീഷ്യൽസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും ഇതിന്റെ പരിക്കിനെ പറ്റി. അപ്പോൾ നമുക്ക് അതിന്റെ പരിക്കിനെ പറ്റി അതിന്റെ ഗൗരവത്തെ പറ്റി അറിയില്ല. അപ്പോൾ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും. ആന നിലവിലുള്ളത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ്. പരിക്ക് സംബന്ധിച്ച് പരിശോധനകൾക്കായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തും. പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ.